2025 ക്രിസ്മസ് കാലഘട്ടത്തിൽ കേരളത്തിൽ വ്യാപകമായിട്ടുള്ള ചില വീഡിയോകൾ പ്രചരിച്ചിരുന്നു. കേരളത്തിന് പുറത്ത് ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചില ഇടങ്ങളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളുടെയും അതിക്രമങ്ങളുടെയും ഒക്കെ വീഡിയോ ആണ്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ, ഇത്തരത്തിൽ അതിക്രമങ്ങൾ നടത്തുന്നവർ അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ, ക്രിസ്മസ് ആചാരങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ നടത്തുന്നവർ അവരെ കൃത്യമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നേ തീരൂ. പ്രത്യേകിച്ച് പലപ്പോഴും ഇത്തരം സംഭവങ്ങളുടെ പിന്നിൽ പലപ്പോഴും പ്രവർത്തിക്കുന്ന തീവ്ര ഹിന്ദുത്വ സംഘടനകൾ തന്നെയാണ് എന്നതാണ് വാസ്തവം. ഇത്തരം അതിക്രമങ്ങൾ ചെയ്യുന്നവരുടെയും ഇത്തരത്തിലുള്ള വീഡിയോ പ്രചരിപ്പിക്കുന്നവരുടെയും യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം എന്താണ്? ഇത്തരത്തിലുള്ള പീഡനങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളെ, ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെ ക്രൈസ്തവർ ഈ ആധുനിക കാലഘട്ടത്തിൽ, ഈ നവമാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ, സോഷ്യൽ മീഡിയ യുഗത്തിൽ എങ്ങനെ ജാഗ്രതയോടെ, വിവേകത്തോടെ, പക്വതയോടെ നോക്കിക്കാണണം? ഏത് തരത്തിലുള്ള ഒരു നിലപാടാണ് രാഷ്ട്രീയമായിക്കോട്ടെ, സാമൂഹികമായിക്കോട്ടെ, സാമുദായികമായിക്കോട്ടെ ഇത്തരം വിഷയങ്ങളിൽ സ്വീകരിക്കേണ്ടത്? ഇതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ചില വെളിപ്പെടുത്തലുകളും ചില ആശയങ്ങളുമാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് റോബിൻ അരുൺ. ഭാരതത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ സംഭവബഹുലമായിട്ടുള്ള ഒരു ക്രിസ്മസ് കാലഘട്ടമാണ് കടന്നുപോയത്. കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും ഭൂരിഭാഗം പ്രദേശങ്ങളിലും വളരെ സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ, സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ ക്രിസ്മസ് ആഘോഷിക്കുവാൻ ഭാരതത്തിലെ ക്രൈസ്തവർക്ക് സാധിച്ചു. എന്നാൽ ചിലയിടങ്ങളിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത പല വാർത്തകൾ, നമ്മൾ കണ്ട പല വാർത്തകൾ പ്രകാരം, പല സംഭവങ്ങളുടെയും അടിസ്ഥാനത്തിൽ ചിലയിടങ്ങളിൽ ഈ ഹിന്ദുത്വ തീവ്രവാദികളുടെ ഭാഗത്തു നിന്നും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു, അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നു, അവഹേളനങ്ങൾ ഉണ്ടാകുന്നു. ഒഡീഷയിൽ നമ്മളത് കണ്ടു, മധ്യപ്രദേശിൽ നമ്മളത് കണ്ടു. അംഗപരിമിതിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് നേരെ ഒരു BJP നേതാവിന്റെ ആക്രോശം, പിന്നെ ആ BJP നേതാവിനെതിരെ BJP നടപടി എടുക്കുന്ന ഒരു സാഹചര്യം. പിന്നീട് ഛത്തീസ്ഗഡിലെ ചില പ്രദേശങ്ങളിൽ മാളിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം. അങ്ങനെ ഭാരതത്തിന്റെ ചില ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഏത് മതവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം, ഭരണഘടന നൽകിയിരിക്കുന്ന അവകാശങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ഹനിക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വൈര്യജീവിതം ഹനിക്കാത്ത രീതിയിൽ അവരുടെ മത ആചാരങ്ങൾ, മത ആഘോഷങ്ങൾ ആഘോഷിക്കുവാനും അത് കൊണ്ടാടുവാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ നാട്ടിൽ ക്രൈസ്തവർക്കുണ്ട്, ഹൈന്ദവർക്കുണ്ട്, മുസ്ലിം മതവിശ്വാസികൾക്കുണ്ട്, മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവർക്കുണ്ട്. അത് ഈ ഭരണഘടന നമുക്ക് നൽകിയിരിക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്തിലെ പൗരന്മാർക്ക് നൽകിയിരിക്കുന്ന ഒരു അവകാശം തന്നെയാണ്. ഹൈന്ദവർ എങ്ങനെയാണോ സന്തോഷത്തോടു കൂടി ദീപാവലി ആഘോഷിക്കുന്നത്, മുസ്ലിങ്ങൾ എങ്ങനെയാണോ ഈദ് അവരുടെ മതാഘോഷങ്ങൾ നടത്തുന്നത്, അതേ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ, അതേ ആഹ്ലാദത്തോടു കൂടി തന്നെ, സന്തോഷത്തോടു കൂടി തന്നെ ഈച്ച് ആൻഡ് എവരി ക്രിസ്ത്യൻ ഇൻ ദ കൺട്രി, അതായത് ഈ നാട്ടിലെ ഓരോ ക്രൈസ്തവനും അവരുടെ മതാഘോഷങ്ങൾ ആചരിക്കുവാനും ആഘോഷിക്കുവാനുമുള്ള അവകാശമുണ്ട്. പക്ഷേ അത് ഹനിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും അപലപിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഹിന്ദുത്വ തീവ്രവാദികൾ, അല്ലെങ്കിൽ പല തീവ്ര ഹിന്ദുത്വ സംഘടനകളുടെ ഭാഗത്തു നിന്നാണ് ചിലയിടങ്ങളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. മറ്റൊരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ റോബിനിലേക്ക് വരികയാണ്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ വളരെയധികം ചർച്ചയായിട്ടുള്ളൊരു വാർത്തയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ ഈ ഡൽഹിയിലെ റിഡംഷൻ കത്തീഡ്രൽ, CNA ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയുടെ റിഡംഷൻ കത്തീഡ്രലിൽ അവിടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്തത്, അല്ലെങ്കിൽ ക്രിസ്മസ് തിരുക്രമങ്ങളിൽ, പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുത്തത്. അത് തീർച്ചയായിട്ടും സമ്മിശ്ര പ്രതികരണമാണ് അതിനെതിരെ ഉണ്ടായത്. പക്ഷേ നമ്മൾ നോക്കുക, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി, പ്രത്യേകിച്ച് ഭാരതത്തിലെ ഏറ്റവും ഒടുവിലത്തെ സെൻസസ് പ്രകാരം വരും 2% മാത്രമുള്ള ക്രൈസ്തവരുടെ ഏറ്റവും പരിപാവനമായിട്ടുള്ളൊരു ആഘോഷത്തിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമാക്കാകുക എന്നത് അത് വലിയൊരു സന്ദേശം തന്നെയാണ് നൽകുന്നത് എന്നത് വളരെ വ്യക്തമാണ്. അതിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ട് കാര്യമില്ല. അത് കൃത്യമായിട്ടും ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷിക്കാവുന്ന, ആഹ്ലാദിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനെതിരെ ചില വിമർശനങ്ങൾ ഉയരുന്നുണ്ട്, പക്ഷേ അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു സൂചന തന്നെയാണ് നൽകുന്നത് എന്നതാണ് വാസ്തവം. പക്ഷേ അങ്ങനെ നിൽക്കുമ്പോൾ പോലും ഇത്തരത്തിൽ ക്രൈസ്തവർക്കെതിരെ അഴിഞ്ഞാടുന്ന ഹിന്ദുത്വ ശക്തികൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കുവാനുള്ള ഒരു ബാധ്യത, ഉത്തരവാദിത്വം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടികൾക്കുണ്ട്, ഭരണകക്ഷികൾക്കുണ്ട്, സംസ്ഥാനം ഭരിക്കുന്ന ഭരണകക്ഷികൾക്കുണ്ട് എന്നതാണ് വാസ്തവം. ഒരു പോയിന്റ് കൂടി പറയാനുണ്ട്. പലപ്പോഴും കേരളത്തിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് വലിയ രീതിയിലുള്ള മാർക്കറ്റ് ലഭിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതൊരു സ്വിച്ച് ഇടുന്നത് പോലെ അത്തരത്തിലുള്ള മാർക്കറ്റ് പെട്ടെന്ന് ഓണാകുന്നു, ഓഫാകുന്നു. എനിക്ക് തോന്നുന്നു ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന കാലഘട്ടത്തിൽ, ഫെബ്രുവരി മാർച്ച് കാലഘട്ടത്തിലും
ഇതിൻ്റെ ഒരു സീസൺ ആരംഭിക്കും, അല്ലെങ്കിൽ ഈ വാർത്തയുടെ ഒരു മാർക്കറ്റ് വീണ്ടും ഇടിച്ചു കയറും എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ റോബിനിലേക്ക് വരുമ്പോൾ, റോബിൻ, ഇതിൻ്റെ പിന്നിലെ ഒരു രാഷ്ട്രീയം എന്താണ്? നമുക്കറിയാം കേരളത്തിലെ ഒരു സാഹചര്യമല്ല, കേരളത്തിന് പുറത്ത് ഉള്ള ഒരു സാഹചര്യം. എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള തീവ്ര ഹിന്ദുത്വ ശക്തികൾ വെറും 2% എന്ന നിലവിൽ ഒഫീഷ്യൽ റെക്കോർഡ്സിലുള്ള ക്രൈസ്തവരുടെ ആഘോഷങ്ങളെ ഇത്രമാത്രം ഭയപ്പെടുന്നു, അല്ലെങ്കിൽ ഇത്രമാത്രം ഒരു അവഹേളനപരമായിട്ടുള്ള അതിക്രമങ്ങൾ ഭാരതത്തിലെ ചില കോണുകളിലെങ്കിലും അവർ ഉയർത്തിവിടുന്നു? യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനെ ഒരു ഇഴകീറി പരിശോധിക്കുകയാണെങ്കിൽ ആരാണ് ഈ വിഷയങ്ങൾ ടേക്കപ്പ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ശരിക്കും നോക്കുകയാണെങ്കിൽ ഈ വിഷയം ടേക്കപ്പ് ചെയ്യുന്നത് പലപ്പോഴും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ ക്രൈസ്തവരുടെ ഈ വിഷയങ്ങൾ, ഇതുപോലുള്ള വിഷയങ്ങൾ ടേക്കപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലെ ഉദ്ദേശശുദ്ധി എത്രത്തോളമാണ് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അതിൻ്റെ ഉള്ളിലെ ഉദ്ദേശശുദ്ധി പലപ്പോഴും നമുക്കറിയാം അത് രാഷ്ട്രീയപരമാണ് എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ സഭ ഈ വിഷയങ്ങൾ ഉയർത്തുന്നത് പലപ്പോഴും അതിൻ്റെ രണ്ടു വശത്തും രാഷ്ട്രീയമൊന്നുമില്ലാതെ കൃത്യമായ കാര്യങ്ങളായിരിക്കും പറയുന്നത്. അതാരും പലപ്പോഴും കേൾക്കാൻ തയ്യാറാകാറില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് സഭ പറയുന്ന പലപ്പോഴും അവിടെ നടക്കുന്ന വിഷയങ്ങളിൽ സഭ ഉയർത്തുന്ന ആരോപണങ്ങൾ, അതുമല്ലെങ്കിൽ സഭ അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും രാഷ്ട്രീയപരമായി പലപ്പോഴും പലർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത സാധനമായതുകൊണ്ട് ആ ശബ്ദം പലപ്പോഴും കേൾക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ നിന്ന് നേറ്റീവായിട്ടുള്ള ഇത് അനുഭവിച്ച ക്രിസ്ത്യാനികൾ പറയുന്ന കാര്യങ്ങളാണെങ്കിലും പലപ്പോഴും അത് അതിൻ്റെ അർത്ഥത്തിൽ കൃത്യമായി കേൾക്കാതെ പോവുകയാണ് ഉണ്ടാവാറുള്ളത്. പലർക്കും അത് അവരുടേതായ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ ഇതിനെ പിന്നെ മോൾഡ് ചെയ്ത് അവർ ഉണ്ടാക്കിയെടുക്കുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൻ്റെ ഉള്ള വസ്തുതകൾ, ഈ ആക്രമണങ്ങളിലൊക്കെ യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ എത്രത്തോളം നമ്മുടെ ഇടങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ ഒരു ചോദ്യമാണ്. അതിനുശേഷം പ്രധാനമന്ത്രി അവിടെ പോയി പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ പലപ്പോഴും ആരോപണം ഉന്നയിക്കുന്നത് പലപ്പോഴും വിദേശ രാജ്യങ്ങളിലെ ആളുകളെ കാണിക്കാൻ, അല്ലെങ്കിൽ വിദേശത്തെ കാണിക്കാനുള്ള ഒരു പ്രഹസനമാണ് എന്ന് പറയുമ്പോൾ ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഗ്ലോബലായിട്ടുള്ള ഏറ്റവും വലിയൊരു ആഘോഷമാണ്. അതുമാത്രമല്ല, ഈ ഇത്രയും കൂടുതൽ ക്രൈസ്തവ പീഡനങ്ങൾ നടക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഈ ക്രിസ്തുമസിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എല്ലാവരും നോക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ കാരണം ആരോപണങ്ങൾ നേരിടുന്നതാണ്, ഒരുപാട് ക്രിസ്ത്യൻ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ, പെർസിക്യൂഷനെ കുറിച്ചുള്ള ആരോപണങ്ങൾ നേരിടുമ്പോൾ അപ്പോൾ ഈ പ്രധാനമന്ത്രി എന്താ ചെയ്തതെന്നുള്ളത് അത് നോക്കുന്ന കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കണ്ണിലൂടെ കാണാനുള്ള ഒരു സാധ്യത ഇതിനുള്ളിൽ കിടപ്പുണ്ട് എന്നുള്ളതൊരു വസ്തുത, അത് സത്യമാണ്. പക്ഷേ അങ്ങനെ നമ്മൾ കാണണമോ എന്നുള്ളൊരു ചോദ്യം മറ്റൊരു ചോദ്യമാണ്. ക്രിസ്ത്യൻ ആയിട്ടുള്ളവർ, അതുപോലെ ക്രിസ്ത്യൻ മീഡിയാസ് അങ്ങനെ അതിനെ കാണണമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. നമുക്ക് എന്തുകൊണ്ട് ആ സാധനം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് എന്തുകൊണ്ട് ഈ പലപ്പോഴും പ്രോസിക്യൂഷൻ നടക്കുന്ന നാടുകളിലൂടെ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലൂടെ ഈ സാധനം കൊണ്ടുപോയി കൂടെ പ്രധാനമന്ത്രിയോടെ പോയി ഇത് ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതൊരു ഇതിനുള്ളൊരു റെമഡി കൂടിയാണത്. അത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. കാരണം നമുക്ക് ഇങ്ങനെ മാത്രമല്ല അത് ആളുകളെ കാണിക്കാൻ വേണ്ടി അവിടെ പോയി എന്ന് മാത്രം പറഞ്ഞാൽ അങ്ങനെ കൊട്ടിക്കൊഴിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ അത് ഈ മതവൈരത്തിനുള്ള ഒരു റെമഡി ആയിട്ട് ഉപയോഗിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം, ഗവൺമെൻറ് തലത്തിൽ ഇപ്പോൾ ആസൂത്രിതമായിട്ട് ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആസൂത്രിതമായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളിലും ഇത്ര തീവ്രമായിട്ടുള്ള മതപരിവർത്തന നിരോധന നിയമം ക്രൈസ്തവരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അത് വ്യക്തമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് അതൊരു മറ്റൊരു വശമാണ്. അത് ആസൂത്രിതമായിട്ട് ഗവൺമെൻറ് തലത്തിൽ നിന്ന് തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളത് പല കാര്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ ഇന്ത്യയിൽ മത തീവ്രത എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികൾക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. എന്നാൽ അത് ഈ രീതിയിൽ കൊണ്ടു നടക്കേണ്ട ആവശ്യമുണ്ട് എന്ന് വെച്ചാൽ ഇത്രയും ബൂസ്റ്റപ്പ് ചെയ്ത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയപരമാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലെ സത്യം എന്ന് പറയുന്നത് പലപ്പോഴും ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അതിൻ്റെ ആവശ്യം ആളുകൾക്ക് നിലവിൽ ഇത് ടേക്കപ്പ് ചെയ്യുന്ന ആളുകൾക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ആക്രമണങ്ങൾ ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ ക്രൈസ്തവർക്കെതിരെ ആക്രമണങ്ങൾ നടത്തുന്നത് തീവ്ര ഹിന്ദുത്വ ആളുകൾ മാത്രമാണെന്ന് ചോദിച്ചാൽ അല്ല. തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളും അതിൻ്റെ ഉള്ളിൽ പെടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ക്രിസ്ത്യാനികൾ ഒരേ സമയം ഇസ്ലാമിസ്റ്റുകൾ ഇവിടെ ഒരു മതത്തെ വളർത്താൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു മതം വളരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു മെൻറ്റാലിറ്റിയും ഒരു മനോഭാവവും അതുപോലെ അതിന് ആനുപാതികമായ പ്രവർത്തനങ്ങളും അവരും നടത്തുന്നുണ്ട്.
ഇനി തിരിച്ച് നമ്മൾ കേരളത്തിലേക്ക് വരിക. എന്തുകൊണ്ടാണ് പൂർണ്ണമായ സത്യത്തെ വെളിവാക്കാതെ പലപ്പോഴും കേരളത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമാണ്. ഒരു സമുദായത്തെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതും BJPയെ ഒഴിവാക്കി നിർത്തുക എന്നുള്ളതും എല്ലാം ഇതിനുള്ളിൽ അടിസ്ഥാനപരമായ ഘടകങ്ങളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും ക്രൂരമായ, വളരെ ക്രൂരമായ എത്രയോ കൊലപാതകങ്ങൾ ഇസ്ലാമിക തീവ്രവാദികൾ പല സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തുന്നുണ്ട്. ഇവർക്കാർക്കും അതിൻ്റെ ആവശ്യമില്ല, അത് കേൾക്കേണ്ട ആവശ്യമില്ല, അതിനെതിരെ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് തന്നെ ഇവരുടെ ഉദ്ദേശശുദ്ധി വളരെ വ്യക്തമാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ എടുക്കാതിരിക്കുകയും ഇതുപോലുള്ള കാര്യങ്ങളെ അതിൻ്റെ പൂർണ്ണമായ സത്യമില്ലാതെ ഇവർക്ക് ആവശ്യമുള്ള രീതിയിലും എടുക്കുന്ന വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമാണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ പലപ്പോഴും രാഷ്ട്രീയക്കാരും അടക്കമുള്ള ആളുകൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെ നമ്മുടെ മുൻപിലേക്ക് എത്തിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മേശപ്പുറത്തേക്ക് എത്തിക്കുമ്പോൾ, ഒരു നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വിഭവമായിട്ട് നമ്മുടെ മേശപ്പുറത്തേക്ക് എത്തിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണമെന്നുള്ളത് വിവേചിച്ചറിഞ്ഞ് തന്നെ സ്വീകരിക്കണം എന്നുള്ളതാണ്. കാരണം ഇതിനുള്ളിലെല്ലാം രാഷ്ട്രീയം കലർത്തിയാണ് നമ്മുടെ മുന്നിലേക്ക് പൊങ്ങി വരുന്ന ഈ ആക്രമണത്തിൻ്റെയും അതുപോലെ ഇങ്ങനെയുള്ള ആരോപണങ്ങളെല്ലാം ഇതിനുള്ളിലെല്ലാം എല്ലാവരുടെയും സ്വാർത്ഥപരമായിട്ടുള്ള ഉദ്ദേശങ്ങൾ കലർത്തി തന്നെയാണ് ഈ സാധനങ്ങളെല്ലാം എത്തുന്നത്. അതുകൊണ്ട് തന്നെ അത് വിവേചിച്ചറിയുക എന്നുള്ളതാണ് ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ കറക്റ്റാണ്. അതായത് ഇപ്പോൾ റോബിൻ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും വരുമ്പോൾ പലപ്പോഴും ഈ ക്രൈസ്തവ സമുദായത്തിന് പറ്റുന്ന ഒരു വീഴ്ച എന്ന് പറയുന്നത് വൈകാരികമായി ഇതിലേക്ക് ഇടപെടാൻ അവരെങ്ങനെ നിർബന്ധിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കുന്നു. ഒരു പൊതുബോധത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സൃഷ്ടിക്കുന്ന ഒരു പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള പല വിഷയങ്ങളിലും പ്രതികരിക്കുവാൻ ക്രൈസ്തവരും അല്ലെങ്കിൽ സമുദായ നേതൃത്വവും നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം. പക്ഷേ എങ്ങനെ നമുക്ക് ഈ ഒരു വിഷയം അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്ക് കേരളത്തിന് പുറത്ത് തീവ്ര ഹിന്ദുത്വ ശക്തികളുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്, അത് തീർച്ചയായും ഒഴിവാക്കപ്പെടണം, അപലപിക്കപ്പെടണം. പക്ഷേ ആ വിഷയത്തെ നമുക്ക് എങ്ങനെ തന്ത്രപരമായിട്ട് സമീപിക്കാം, ആ വിഷയത്തെ എങ്ങനെ നമുക്ക് കൗണ്ടർ ചെയ്യാൻ സാധിക്കും, എങ്ങനെ ഭരണകൂടവുമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡയലോഗിലൂടെ ആ വിഷയത്തെ നമുക്ക് എങ്ങനെ കൗണ്ടർ ചെയ്യാൻ സാധിക്കും, അതിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നതിന് പകരം പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ചില കൃത്യമായിട്ടുള്ള അജണ്ടയോടുകൂടിയുള്ള ഒരു പൊതുബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം വിഷയത്തിൽ പ്രതികരിക്കുവാനും ഇങ്ങനെ ക്രൈസ്തവർ നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഒരു വിവേകത്തോടു കൂടി തന്നെ ഈ വിഷയം മാത്രമല്ല പല വിഷയങ്ങളിൽ നാം സമീപിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഈ അടുത്ത കാലങ്ങളിൽ പുറത്തു വരുന്ന പല സംഭവ വികാസങ്ങളും നമുക്ക് നൽകുന്ന സൂചന. അപ്പോൾ അരുണിലേക്ക് വരുമ്പോൾ, അരുൺ, പ്രത്യേകിച്ച് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ ആ ക്രിസ്മസ് ആഘോഷവേളയിൽ പ്രധാനമന്ത്രി നടത്തിയ ഒരു സന്ദർശനം, മാത്രമല്ല കുറച്ചധികം സമയം അദ്ദേഹം ആ കത്തീഡ്രലിൽ ചെലവഴിച്ചു. അദ്ദേഹത്തിന് വേണമെങ്കിൽ അങ്ങനെ ഒരു പരിപാടി വേണമെങ്കിൽ ഒഴിവാക്കാം, അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം നിർബന്ധിതനല്ല. പക്ഷേ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഗസ്റ്റർ, ഒരു പോസിറ്റീവായിട്ടുള്ള ഗസ്റ്റർ പ്രധാനമന്ത്രി അതിൽ നൽകുകയുണ്ടായി. പക്ഷേ അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളെയും, പ്രത്യേകിച്ച് ഒരു സൈഡിൽ നിന്ന് വരുന്ന നടപടികൾ അല്ലെങ്കിൽ മനോഭാവങ്ങൾ, അതിനോട് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ ഭരണം കൈയാളുന്ന പാർട്ടിയുടെ ഭാഗത്തുനിന്ന്, ഏത് പാർട്ടി ആയിക്കോട്ടെ, എക്സ് ഓർ വൈ, ആ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് വരുന്ന എല്ലാ നടപടികളെയും നെഗറ്റീവായ കണ്ണിലൂടെ കാണുന്നത് ശരിയാണ്. അത് എത്രത്തോളം ഒരു ദോഷം അല്ലെങ്കിൽ എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഭാരതത്തിലെ ക്രൈസ്തവരിൽ ചെലുത്താനുള്ള സാധ്യതയുണ്ട്? ജോർജി, ഈ ക്രിസ്മസ് ഭാരതത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷത്തിൻ്റെ ദിനങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രത്യേകമായിട്ടും 3 കാരണങ്ങളാണ് ഞാൻ ഇതിൽ കാണുന്നത്. ഒന്ന്, ജോർജി സൂചിപ്പിച്ച, ആദ്യം ജോർജി ആ കാര്യം പറഞ്ഞതുകൊണ്ട് ആ വിഷയത്തിലേക്ക് തന്നെ വരുന്നു. മോദി അവിടെ പള്ളിയിൽ വന്ന് ചെയ്ത മോദിയുടെ ഗസ്റ്ററും, മോദി അതിലെങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളത്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി എങ്ങനെ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് കാണുമ്പോൾ അത് കാണുന്ന ഒരുവന് പോലും അതിലൊരു കുറ്റം കാണാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ ചിലർക്ക് അതിൽ കുറ്റം കാണുന്നുണ്ട്. എത്ര ആദരവോട് കൂടിയിട്ടാണ് പരിശുദ്ധ ബൈബിള് അദ്ദേഹം വാങ്ങി ചുംബിക്കുന്നതും അതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന പ്രോഗ്രാമുകളിലെ അവിടുത്തെ ശുശ്രൂഷകളിൽ അദ്ദേഹം പങ്കുചേരുന്നതും. ഇതൊരു ഇന്ത്യയുടെ വേറൊരു പ്രധാനമന്ത്രി ചെയ്തതായിട്ട് ഒരുപക്ഷെ അന്ന് വീഡിയോസ് കുറവായതുകൊണ്ടായിരിക്കാം നമ്മളാരും കണ്ടു കാണില്ല. അപ്പോൾ ഇങ്ങനെ ഇത്രത്തോളം ആദരവോട് കൂടിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ക്രൈസ്തവരുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സെലിബ്രേഷനിൽ പങ്കുചേരുമ്പോൾ അതിനെ ആ കാണേണ്ട കണ്ണിലൂടെ കാണണം. എല്ലാം നമ്മൾ മഞ്ഞക്കണ്ണാടിയിലൂടെ കാണുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. കാരണം റോബിൻ സൂചിപ്പിച്ചത് തന്നെയാണ്, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ മാർക്കറ്റ് ചെയ്യപ്പെടേണ്ട ഒരു പ്രൊഡക്റ്റാണ്. ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടേണ്ട പ്രൊഡക്റ്റ്, പ്രത്യേകിച്ച് തീവ്ര ഹിന്ദു മേഖലകളിൽ, പ്രത്യേകിച്ച് അവർ ശുശ്രൂഷ ചെയ്യുന്ന മേഖലകളിൽ അവർ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടേണ്ട ഒരു പ്രൊഡക്റ്റിനെയാണ് ഇപ്പോൾ ക്രൈസ്തവരുടെ ഉള്ളിൽ തന്നെ അത് വികലമാക്കി അവതരിപ്പിക്കുന്നത്. നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചുകൂടാ? ഈ കാഴ്ച കാണുന്ന മറ്റ് പ്രത്യേകിച്ച് ക്രൈസ്തവരോട് വിരോധമുള്ള തീവ്ര ഹിന്ദുത്വവാദികൾ അവർ ഈ കാഴ്ച കാണുമ്പോൾ അവരുടെ മനസ്സിൽ തട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ക്രൈസ്തവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, അവരുടെ നേതാവ് എത്രത്തോളം ആദരിക്കുന്നു,
ക്രൈസ്തവ വിശ്വാസത്തെ അദ്ദേഹം എത്രത്തോളം ആദരിക്കുന്നു, പരിശുദ്ധ ബൈബിളിനെ അദ്ദേഹം എത്രത്തോളം ആദരിക്കുന്നു. ഈ ചിന്തയാണ് ആദ്യം അവരുടെ ഉള്ളിലേക്ക് കടന്നു വരേണ്ടത്. അത് അങ്ങനെ തന്നെ ആകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നമുക്കത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. രണ്ട്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ക്രൈസ്തവരുടെ ഒരു ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ക്രൈസ്തവ നേതാക്കന്മാരും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ബന്ധം കുറച്ചും കൂടി മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്ക് വീണ്ടും ഡയലോഗുകൾക്കുള്ള ഒരു സാഹചര്യം വരുന്നു. നമ്മളെപ്പോഴും അകന്ന് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. അതായത് ക്രൈസ്തവർ ഒരിക്കലും രാജ്യത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന പലരുണ്ട്. പക്ഷേ അതിനെ കവച്ചു വെച്ചുകൊണ്ടാണ് പല നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലും കാര്യങ്ങൾ നീങ്ങി പോകുന്നത്. പക്ഷേ ഇവിടെ കേരളത്തിൽ നിന്ന് നമ്മളിതിനെ കാണുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഒരു ഡയലോഗിനുള്ള ഒരു കൂടുതൽ അവസരങ്ങൾ നമുക്ക് തുറന്നു കിട്ടുന്നു? നമ്മൾ വളരെയധികം പീഡനങ്ങളിലൂടെ കടന്നുകൊണ്ട് ക്രൈസ്തവർക്കെതിരെ സംഘടിതമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. റോബിൻ സൂചിപ്പിച്ചത് തന്നെയാണ്. പല സംസ്ഥാനങ്ങളും, ഞാൻ കേന്ദ്രത്തെക്കാളുപരി ചില BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആസൂത്രിതമായിട്ട് ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം മതപരിവർത്തന നിരോധന നിയമങ്ങളെ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ മിണ്ടാതിരുന്ന് സഹിച്ചുകൊള്ളണം, അല്ലെങ്കിൽ അത്തരം ആക്രമണങ്ങൾ വർദ്ധിക്കും തോറും നമ്മൾ വെറുതെ കരഞ്ഞാൽ മാത്രം മതിയോ? നമുക്കൊരു ഡയലോഗിനുള്ളൊരു സാഹചര്യം ഉരുത്തിരിയണ്ടേ? നമ്മെ ഭരിക്കാനായിട്ട് ആരാണോ രാജ്യങ്ങളുടെ ഭരണാധികാരികളെ നിശ്ചയിക്കുന്നത് കർത്താവാണ് എന്ന് വചനത്തിൽ എഴുതിയിരിക്കെ, നമ്മെ ഭരിക്കാനായിട്ട് ദൈവം നിയോഗിച്ച ഭരണാധികാരിയോട് പുറംതിരിഞ്ഞ് നിൽക്കുകയാണോ വേണ്ടത്? അതോ നമ്മുടെ വേദനകൾ നമുക്ക് സംസാരിക്കാനുള്ള ഒരു വേദി നമ്മൾ ഒരുക്കുകയാണോ ചെയ്യേണ്ടത്? അത് ആദ്യം ചിന്തിക്കണം. എല്ലാം കാടടച്ച് വിമർശിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. ഇനി രണ്ടാമത്തെ സന്തോഷത്തിൻ്റെ കാരണം പറയാം. അത് പരിശുദ്ധ ബൈബിളിലെ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ അപ്പസ്തോലന്മാരെ പ്രഹരിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമം ഇനി നിങ്ങൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞ് അവർ വിട്ടയക്കുന്ന ഒരു രംഗമുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത വചനത്തിൽ ഇങ്ങനെയാണ് എഴുതി കാണുന്നത്: ക്രിസ്തുവിനെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിനെ പ്രതി അവർ സന്തോഷിച്ചുകൊണ്ട് പുറത്തുപോയി. അപ്പോൾ ഞാൻ പറയുന്നു, ഇത്തവണ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായി എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ പീഡനങ്ങളിലൂടെ കടന്നുപോയവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. കർത്താവിനെ പ്രതി, തങ്ങളുടെ ദൈവത്തെ പ്രതി അപമാനം സഹിക്കാൻ സാധിച്ചതിൽ സന്തോഷിക്കാൻ സാധിക്കുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് പല പ്രതിഷേധങ്ങൾ നമ്മൾ കേൾക്കുമ്പോഴും ചില പാസ്റ്റർമാരുടെ ഭാഗത്തു നിന്ന് ചില വാക്കുകൾ ഞാൻ കാണുന്നുണ്ട്. അവരിതിനെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയാണ്. അവരാകെ കൂടി ഒരു കാര്യം പറയുന്നുള്ളൂ: നമ്മുടെ പീഡനമേൽക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ ഒരു വാക്ക് കേരളത്തിൽ ഒരു രാഷ്ട്രീയക്കാരൻ നമ്മോട് പറയില്ല. പറയേണ്ടത് ക്രൈസ്തവ സഭയുടെ ഉള്ളിൽ നിന്നുള്ളവരാണ് പറയേണ്ടത്. നമ്മൾ ഓരോരുത്തരാണ് പറയേണ്ടത്. പീഡനമേൽക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാനാണ് നമ്മുടെ പ്രഥമ കടമ. ആ കടമ നമ്മൾ നിർവഹിക്കാതെ ആൾക്കൂട്ടത്തിൻ്റെ ആരവത്തിൻ്റെ കൂടെ നമ്മൾ പോവുകയാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, അതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. പക്ഷെ ആ വാർത്ത മാത്രം നമുക്ക് വേറെ ഒരു മീഡിയയിലും, ക്രിസ്ത്യൻസിൻ്റെ മീഡിയയിൽ പോലും നമുക്ക് കാര്യമായിട്ട് കാണാൻ കഴിയില്ല. ഇതുവരെ ഇന്ത്യയിൽ നടന്നിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ക്രിസ്മസ് റാലികൾ നമ്മുടെ രാജ്യത്ത് നടന്നത് ഈ വർഷമാണ്. പല സ്ഥലങ്ങളിലും ക്രിസ്ത്യാനിറ്റി എത്രത്തോളം വളർന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടിയായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഈ ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നടന്ന റാലി, ഇവിടെ ഇത്രയധികം ക്രൈസ്തവരെ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ സ്വതന്ത്രമായിട്ട് അവർ ആഘോഷിക്കുന്നു. UP-യിലുള്ള ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ വന്നു, മധ്യപ്രദേശിലുള്ള ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ വന്നു. നോർത്ത് ഈസ്റ്റിൻ്റെ കാര്യം പിന്നെ പറയാൻ വേണ്ട, അവിടെ വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. വളരെ മനോഹരമായും വളരെ അച്ചടക്കത്തോടു കൂടിയിട്ടും രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടും, എന്നാൽ യാതൊരു പീഡനത്തിൻ്റെയോ യാതൊരു ആക്രോശങ്ങളോ പിന്നിലില്ലാതെ വളരെ സ്വതന്ത്രമായിട്ട് ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിച്ച ഒരുപാട് സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇതിനെക്കുറിച്ച് ഒരാളും പറയുന്നില്ല. ഇതിൻ്റെ ദൃശ്യങ്ങൾ ഒരാൾക്കും വേണ്ട, ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഒട്ടും വേണ്ട. അവർക്കാകെ കൂടി വേണ്ടത് ക്രൈസ്തവർക്കെതിരെ പീഡനം നടന്ന ഏകദേശം ഒരു 50ഓളം സ്ഥലങ്ങളിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിലൊരു 5ഓളം വീഡിയോകൾ, 5-6 വീഡിയോകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ പ്രചരിച്ചിട്ടുള്ളത്, വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതല്ലാതെ ഒരു 50ഓളം പീഡനങ്ങൾ നടന്നിട്ടുണ്ടാകാം, ഇല്ല എന്ന് ഞാൻ പറയില്ല. പക്ഷെ പീഡനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതുവരെ കിട്ടിയ ദൃശ്യങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ക്രൂരമായ പീഡനം നടന്നത്, ഏറ്റവും ക്രൂരമായിട്ട് കരോൾ സംഘത്തെ അതിക്രമിച്ചതും ആക്രമിച്ചതും കേരളത്തിലാണ്. അതിൽ തന്നെ ഏറ്റവും ക്രൂരമായി കണ്ടത് നമ്മൾ ആ ചാരുമൂടാണ്. ചാരുമൂട് ആരാണ് ആക്രമിച്ചത്? അതേക്കുറിച്ച് ഇവിടെ വേറെ ചർച്ചയൊന്നുമില്ലല്ലോ. നമ്മൾ കണ്ട മറ്റ് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ദൃശ്യങ്ങളിലെ ഏത് ദൃശ്യത്തിലാണ് ഏറ്റവും കൂടുതൽ പീഡനം നടന്നിട്ടുള്ളത്? അത് ചാരുമൂടാണ്. രണ്ടാമത് കരോൾ സംഘത്തെ ആക്രമിച്ചത് പാലക്കാട് നടന്ന ആ സംഭവമാണ്. ഈ പാലക്കാട് നടന്ന സംഭവം, ചാരുമൂട് സംഭവം, ഈ 2 സംഭവങ്ങളും നമ്മൾ എടുക്കുക. ഇവിടെ ക്രൈസ്തവർക്കെതിരെ നടന്ന പീഡനങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ട് നടക്കുന്ന കൃത്യമായ പീഡനങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട്, ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് നടക്കുന്ന പീഡനങ്ങളും അക്രമങ്ങളും ഉണ്ട്. അത് മുഴുവൻ ക്രൈസ്തവ പീഡനങ്ങളുടെ ഗണത്തിൽ നമുക്ക് പെടുത്താൻ സാധിക്കില്ല. അത് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ഭാഗത്ത് ക്രൈസ്തവനും മറുഭാഗത്ത് മറ്റൊരു മതസ്ഥനുമാണെങ്കിൽ അത് ക്രൈസ്തവ പീഡനമായിട്ട് ഒരിക്കലും ചിത്രീകരിക്കരുത്. അതിൻ്റെ മോട്ടീവ് എന്താണ്? ക്രിസ്തു വിശ്വാസത്തെ പ്രതിയാണോ അദ്ദേഹം പീഡനം ഏൽപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രൈസ്തവ ആചാരങ്ങളുടെ പേരിലാണോ അവർ പീഡിപ്പിക്കപ്പെട്ടത്? അതിനെയാണ് ക്രൈസ്തവ പീഡനങ്ങളുടെ ഗണത്തിൽപ്പെടുത്തേണ്ടത്. ഇത് യഥാർത്ഥ പീഡനങ്ങളെ പോലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുമാറ് വെറും
വ്യക്തിപരമായുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടായ ആക്രമണങ്ങളെ ക്രൈസ്തവ പീഡനത്തിന്റെ കൂട്ടത്തിൽ പെടുത്തുന്ന ഒരു പ്രവണതയുണ്ട്. ഇപ്പോൾ പാലക്കാട് സംഭവമാണെങ്കിൽ പോലും അത് ക്രൈസ്തവരുടെ ഒരു ആഘോഷമായ കരോൾ സംഘത്തിന് നേരെ നടന്ന ആക്രമണമാണോ അതോ അതിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയപരമായ കാരണങ്ങൾ വന്നോ? അവർ വാടകയ്ക്കെടുത്ത ബെൻസെറ്റ് അതിൽ CPM പേരുണ്ടായതാണോ ഈ ആക്രമണത്തിന് നിമിത്തമായത്, അതോ ക്രൈസ്തവരോടുള്ള വിദ്വേഷമായിരുന്നോ ഈ ആക്രമണത്തിന് പിന്നിൽ? ക്രൈസ്തവരോടുള്ള വിദ്വേഷമായിരുന്നു ആക്രമണത്തിന് പിന്നിലെങ്കിൽ അത് ക്രൈസ്തവ പീഡനത്തിന്റെ ഗണത്തിൽപ്പെടുത്തണം. ചാരുമൂടുണ്ടായതും അവിടെ പിന്നിൽ നിന്നാരാന്ന് നമുക്കറിയാം. അവിടെ ഉണ്ടായത് ക്രൈസ്തവരോടുള്ള വിരോധമായിരുന്നോ അതോ വേറെ വിഷയങ്ങളായിരുന്നോ അവിടെ ആക്രമണത്തിന് പിന്നിൽ? ഇതേപോലെ തന്നെ പല സ്ഥലങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ വ്യക്തിപരമായതും ക്രൈസ്തവികമെന്ന് നമുക്ക് പറയാൻ സാധിക്കാത്ത പല കാരണങ്ങളുണ്ടാവും. ഇപ്പോൾ തന്നെ ഈ കരോൾ സംഘങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ, സാന്താക്ലോസിന് കൂടുതൽ പ്രചാരം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ, അത് ഹിന്ദുത്വ തീവ്രവാദികളെ മാത്രമല്ല ഭയപ്പെടുത്തേണ്ടത്, അത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തേണ്ടത് ക്രൈസ്തവരെ തന്നെയാണ്. കാരണം ക്രിസ്തു അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്തുവില്ലാത്ത ക്രിസ്മസിൽ സാന്താക്ലോസ് മാത്രം ക്രിസ്മസിന്റെ താരമായിട്ട് വരുമ്പോൾ, സാന്താക്ലോസിനെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു ഘടകമായിട്ട് കൊണ്ടുവരുന്നതിൽ നമുക്ക് യാതൊരു തെറ്റുമില്ല. സെന്റ് നിക്കോളാസിന്റെ ചരിത്രം നമുക്കറിയാം. പക്ഷെ അവിടുന്ന് മാറി ഒരു തൊപ്പിയും ഒരു സാന്താക്ലോസിന്റെ കുടവയറും ഒരു കുറച്ച് ഡാൻസും കുറച്ച് DJയും മാത്രം ആണ് ക്രിസ്തുമസ് എന്ന് വരുന്ന സാഹചര്യങ്ങളെ അത് ആക്രമിക്കപ്പെടണം എന്ന് ഞാൻ പറയില്ല. പക്ഷെ അത് ഒഴിവാക്കപ്പെടേണ്ട സാധനങ്ങൾ തന്നെയാണ്. ക്രിസ്തു മുന്നോട്ട് വരട്ടെ, അതിന്റെ പിന്നിൽ നിൽക്കേണ്ട കാര്യങ്ങളാണ് ഈ സാന്താക്ലോസും അതുപോലെ തന്നെയുള്ള DJ വെച്ചിട്ടുള്ള കരോള്, പണം പിരിക്കാനുള്ള കരോള്, കുടിച്ച് ആർമാദിക്കാനുള്ള കരോള്. ഇത്തരം കരോളുകളൊന്നും ക്രിസ്തുമസുമായിട്ട് ഒരു കാരണവശാലും കൂട്ടിക്കെട്ടാൻ പാടില്ല. അത്തരം സംഘങ്ങളെ അവർ തമ്മിലുള്ള തർക്കങ്ങളോ അവരുടെ ഇടയിലുണ്ടാകുന്ന ആക്രമണങ്ങളോ അതെല്ലാം സമൂഹത്തിലുള്ള അക്രമമായിട്ട് കാണണം, സമൂഹത്തിൽ നടക്കുന്ന അക്രമങ്ങളായിട്ട് കാണണം. അതിനെ ക്രിസ്തുമസുമായിട്ട് കണക്ട് ചെയ്യണമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആക്രമണം നടന്നിരുന്നു. അത് കൃത്യമാണ്. പക്ഷെ അതിനെക്കുറിച്ച് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് പ്രതികരിക്കാൻ പോലും നാവുണ്ടായിരുന്നില്ല. അന്ന് മുസ്തഫ എന്ന് പറഞ്ഞ വ്യക്തി ക്രിസ്തുവിന്റെ പുൽക്കൂടിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്വരൂപവും അതുപോലെ തന്നെ മറ്റു തിരുസ്വരൂപങ്ങളെല്ലാം എടുത്തെറിഞ്ഞു കളഞ്ഞപ്പോൾ ഇവിടെ പ്രതികരിക്കാൻ ആരും ഉണ്ടായില്ല. ഇവിടെ സാന്താക്ലോസിനേക്കാളും പ്രധാനപ്പെട്ടതല്ലായിരുന്നേ ക്രിസ്തുവിന്റെ രൂപം കൊണ്ട് മുസ്തഫ കാണിച്ച പണികൾ. അതേ മുസ്തഫയ്ക്ക് മാനസിക പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് അതിനെ ലഘൂകരിക്കാൻ ശ്രമിച്ചവര് പിന്നീട് നമ്മൾ കണ്ടത് മുസ്തഫ ക്രൈസ്തവരുടെ പരിശുദ്ധ ബൈബിൾ എടുത്ത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നതാ. ആ കത്തിക്കുന്ന വീഡിയോ മുസ്തഫ തന്നെ വീഡിയോ ആക്കി സാമൂഹ്യ മാധ്യമങ്ങളെ പ്രചരിപ്പിച്ചു. അപ്പോൾ ഏതാണ് യഥാർത്ഥ ആക്രമണം നമ്മൾ അറിയണം. അപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം കൂട്ടിച്ചേർത്ത് പറയുകയാണെങ്കിൽ അഞ്ജു ഭാർഗവ എന്ന് പറഞ്ഞ ആ BJPയുടെ നേതാവ് അവർ ചെയ്തത് അതിക്രൂരമായ ആക്രമണമാണ്. അതിനെ നമ്മൾ ആക്രമണമായിട്ട് തന്നെ കാണണം. അതേപോലെ തന്നെ പാസ്റ്ററോട് രൂക്ഷമായിട്ട് സംസാരിച്ച സത്യനിഷ്ഠ ആര്യ എന്ന് പറഞ്ഞ സുന്നൂർ റഹ്മാൻ, അദ്ദേഹത്തിന്റെ പാസ്റ്റും കൂടി ചെക്ക് ചെയ്യേണ്ടത് നല്ലതാണ്. ഇപ്പോൾ അദ്ദേഹം വലിയ ഹൈന്ദവ നേതാവായിട്ടൊക്കെ അഭിനയിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ബംഗ്ലാദേശിൽ നിന്ന് വന്ന എക്സ് മുസ്ലിം, അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ആ ഒരു ശൈലിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. ഇതേപോലെ ചില സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട്. അത് അപലപിക്കേണ്ടത് തന്നെയാണ്, കൃത്യമായിട്ട് നടപടി എടുക്കേണ്ടത് തന്നെയാണ്. അത് എടുക്കുന്നില്ലെങ്കിൽ, അത് എടുക്കാതെ കണ്ടു കഴിഞ്ഞാൽ അത് രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ അതുപോലെ തന്നെ അവരുടെ സംസ്ഥാന ഭരണങ്ങളെ അത് സംശയത്തിന്റെ മുനയിൽ തന്നെ, സംശയം എന്ന് പറയാൻ പറ്റില്ല, ചില കാര്യങ്ങളിൽ അവർ കൃത്യമായി ആസൂത്രിതമായിട്ട് തന്നെ, പ്രത്യേകിച്ച് മതപരിവർത്തന നിരോധന നിയമം ഉപയോഗിച്ച് അവർ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് സംഘപരിവാറിന്റെ വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ ഫാക്ടറികൾ എന്ന് പറഞ്ഞ്, അതുകൊണ്ടാണല്ലോ സ്നേഹത്തിന്റെ കടകളൊക്കെ തുറക്കാനായിട്ട് ചിലർ ഇറങ്ങി തിരിച്ചത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഒരിക്കലും ക്രൈസ്തവരിൽ ചിലരെങ്കിലും ഇതുപോലെ വെറുപ്പിന്റെ ഫാക്ടറികളാകുന്നുണ്ടോ എന്നുള്ളത് കാടടച്ചുകൊണ്ട് ഒറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ട് വെറുപ്പ് പ്രചരിപ്പിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാര്യങ്ങളെ കൃത്യമായിട്ട് തന്നെ വിശകലനം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പറയാം. ഒരു കാര്യം പ്രത്യേകം ക്രൈസ്തവർ മനസ്സിലാക്കുക, പീഡനങ്ങൾ, ആക്രമണങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ എന്നൊക്കെ പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആ ഒരു വളർച്ച സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ക്രൈസ്തവർ സന്തോഷിക്കുകയാണ് വേണ്ടത്. പരിശുദ്ധ ബൈബിളിലും അതുതന്നെയാണ് പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ പീഡനങ്ങൾ നടത്തുന്നവർക്കെതിരെ, ആക്രമണങ്ങൾ നടത്തുന്നവർക്കെതിരെ അതാത് രാജ്യത്ത്, പ്രത്യേകിച്ച് ഇപ്പോൾ ഭാരതത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണെങ്കിൽ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രതികരിക്കുവാനുള്ള ഒരു ജാഗ്രത കൂടി ക്രൈസ്തവർ പുലർത്തേണ്ടതുണ്ട്. മാത്രമല്ല ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട്, അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് മുതലക്കണ്ണീരുമായി ക്രൈസ്തവരോട് കപട പ്രേമം കാണിക്കുന്നവരുടെ യഥാർത്ഥ മുഖം കൂടി ക്രൈസ്തവർ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം കൂടി പ്രത്യേകം ക്രൈസ്തവർ മനസ്സിലാക്കുക, ഭാരതത്തിലായിക്കോട്ടെ മറ്റ് രാജ്യങ്ങളിലായിക്കോട്ടെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു നിലപാട്, ഇത്തരം വിഷയങ്ങളെ കൗണ്ടർ ചെയ്യുവാനുള്ള തന്ത്രപരമായിട്ടുള്ള നിലപാട് എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്
എന്ന ആ ഒരു ജാഗ്രതയിലേക്കും വിവേകത്തിലേക്കും കൂടി ക്രൈസ്തവർ തീർച്ചയായിട്ടും വളരേണ്ടിയിരിക്കുന്നു. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തുവാനും ചേർത്ത് നിർത്തേണ്ടവരെ ചേർത്ത് നിർത്തുവാനും വിഷയാധിഷ്ഠിതമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുവാനുമുള്ള ഒരു സമയമാണ്. അത്തരത്തിലുള്ള നാളുകളാണ് ഭാരതത്തിൽ മാത്രമല്ല ലോകമെമ്പാടും ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേർന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ഇക്കാര്യങ്ങൾ വിവേകത്തോടെ, ജാഗ്രതയോടെ, പക്വതയോടുകൂടി തന്നെ നോക്കിക്കാണണം എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.